85% അനധികൃതം. ഇത് എന്റെ കണ്ടെത്തലല്ല, കഴിഞ്ഞ ദിവസം മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതാണ്. ഈ അനധികൃതമായ 85% കോറികളും ഒന്നുകിൽ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെയോ, അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുന്നതോ ആകാം. അപ്പൊ ഇവിടത്തെ സാധാരണക്കാര് അനധികൃതമായി എന്തെങ്കിലും ചെയ്താൽ ഉടനെ പോലീസുകാർ വന്ന് ചവിട്ടിക്കൂട്ടുമല്ലോ. ഈ 85% കോറികളുടെയും മുതലാളിമാരെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? അതിന് ഇവരൊക്കെ നേതാക്കന്മാരുടെ വാലാട്ടി നിൽക്കാനല്ലേ ഇവർക്ക് കഴിയുകയുള്ളൂ. ഈ മണലിന് പകരം എംസാൻഡ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പുഴകളിലെ മണൽ ഒരു നിശ്ചിത അളവില് വാരി ഗവൺമെന്റ് നേതൃത്വത്തിൽ തന്നെ വിറ്റാല് പാറ ഉപയോഗിക്കുന്നത് ഗണ്യമായി കുറയും. അത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പൊ കുറച്ചു വർഷമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, അതും അങ്ങനെയുള്ള പ്രശ്നവും കുറയും. പിന്നെ ഖജനാവില് ആ രൂപ, മണൽ വെക്കുന്ന രൂപ എത്തുകയും ചെയ്യും. പരിസ്ഥിതി പ്രവർത്തകരൊക്കെ നേതാക്കന്മാരെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു.